ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ്. ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു SFI പ്രവർത്തകർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ വെല്ലുവിളി ഗവർണർ ഏറ്റെടുക്കുകയായിരുന്നു. ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ തീരുമാനിച്ചിരുന്ന ഗവർണർ പിന്നീട് ആ തീരുമാനം മാറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ താമസിക്കും 2 ദിവസം എന്ന് അതിനുശേഷമാണ് അറിയിച്ചത്. ഇപ്പോൾ ഗവർണർ ക്യാമ്പസിൽ എത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അവിടെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഗവർണർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയിട്ടുണ്ടോ? അവിടെ എന്താണ് നടക്കുന്നത്? ഗവർണർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ്. അതിന് തൊട്ട് മുൻപ് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിന് തൊട്ട് മുൻപായി വലിയൊരു സംഘം SFI പ്രവർത്തകർ തമ്പടിക്കുകയും പോലീസും ഇവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടുന്ന പശ്ചാത്തലത്തിലേക്ക് ഈ ഗവർണർ ഈ ക്യാമ്പസിന് അകത്തേക്ക് കടന്നിരിക്കുന്നു. വലിയൊരു സുരക്ഷാ സന്നാഹത്തോടു കൂടി തന്നെയാണ് ഈ ഗവർണർ കടന്നിരിക്കുന്നു. ഈ വളരെ അപ്രത്യക്ഷമാണ് ഈ ഒരു സംഘം ഈ പ്രവർത്തകർ ഈ പുറത്തേക്ക് വന്നത്. പോലീസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ രീതിയിൽ ഈ SFI പ്രവർത്തകർ വന്നത്. എന്തായാലും ഈ ഗവർണർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പ്രവേശിച്ചിട്ടുണ്ട്. ഗവർണർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. സാജിദ, നേരത്തെ ഗവർണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ കാറിന് നേർക്ക് പ്രവർത്തകർ പ്രതിഷേധവുമായി വരികയാണെങ്കിൽ താൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരെ നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ക്യാമ്പസിനടുത്തേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമോ അക്രമ സംഭവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ക്യാമ്പസിനകത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു SFIയുടെ വെല്ലുവിളി. ആ വെല്ലുവിളി അംഗീകരിച്ചുകൊണ്ടാണ്, ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഗവർണർ തീരുമാനിച്ചത്. കോഴിക്കോട് എത്തുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ താൻ താമസിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് അദ്ദേഹം ക്യാമ്പസിലെത്തിയത്. നേരത്തെ വൈകിട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഗവർണറെ അങ്ങോട്ടേക്ക് എത്താൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ അവിടെ പ്രവർത്തകരെ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. MR ഷോ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതിനുശേഷം വലിയ പോലീസ് സന്നാഹം തന്നെ പ്രദേശത്തുണ്ടായിരുന്നു. 600ഓളം വരുന്ന പോലീസിനെയാണ് അവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി വീണ്ടും SFI പ്രവർത്തകർ എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഗവർണർ എത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രവർത്തകർ പുറത്തിരുന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, ഗവർണർ ക്യാമ്പസിനകത്തേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അക്രമ സംഭവങ്ങളോ SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നോ? പരിഷ, അല്പസമയം മുൻപാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്യാമ്പസിലേക്ക് കടന്നത്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ക്യാമ്പസിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായി ഈ ക്യാമ്പസിന്റെ പ്രധാന കവാടത്തോട് ചേർന്ന് ഏതാണ്ട് 50ഓളം വരുന്ന SFI പ്രവർത്തകർ എത്തുകയും പ്രതിഷേധം പോലീസിന് അവരെ തടയാൻ കഴിഞ്ഞു വിളിക്കുകയും ചെയ്തു. പോലീസിന് അവരെ തടയാൻ കഴിഞ്ഞു. ഈ റോഡിന്റെ എതിർവശത്തും ഈ പ്ലക്കാർഡ് TV ഉണ്ട്. മുൻപ് തന്നെ ഇത് അവരെ തടഞ്ഞു നിർത്താൻ പോലീസിന് ആയി. ഈ പോലീസ് ഈ നേരത്തെ ആർഷോ ഉൾപ്പെടെയുള്ള ഈ വലിയൊരു വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. പക്ഷേ ഈ വഴിയിൽ ഈ കരിങ്കൊടി പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറത്ത് ഇത്ര പെട്ടെന്ന് ഇത്രയും ആളുകൾ തടിച്ചുകൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ തടിച്ചുകൂടുകയും പോലീസ് ചെറിയ രീതിയിൽ ലാത്തി വീശുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ ഗവർണർ ഈ ഗസ്റ്റ് ഹൌസിന് അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഈ നമുക്കറിയാം, ഈ ഇങ്ങോട്ട് കാലുകുത്താൻ അനുവദിക്കില്ല, കേരളത്തിൽ ഒരു ക്യാമ്പസിലും കാലുകുത്തില്ല എന്നായിരുന്നു SFI പ്രഖ്യാപിച്ചത്. അതിനുശേഷം ആദ്യമായി കേരളത്തിൽ ഒരു ക്യാമ്പസിലേക്ക് ഗവർണർ എത്തുന്നു. ഈ വലിയ സുരക്ഷാ അകമ്പടിയോടുകൂടിയാണ് അതായത് ഈ സായുധധാരികളായ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഗവർണർ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 800ഓളം പോലീസുകാരെയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും പരിസര
പ്രദേശങ്ങളിലുമായി വിന്യസിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇപ്പോൾ ഇതിന് ഒരു അറുതിയായിരിക്കുന്നു. അദ്ദേഹം ക്യാമ്പസിനകത്ത് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോഴും ഈ പുറത്ത് SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. ഈ പ്രവർത്തകർ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് സാജിദ്? അവർ പിരിഞ്ഞു പോയിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ ഗവർണർ ക്യാമ്പസിനകത്തേക്ക് കടന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പ്രതിഷേധം, ഈ മുദ്രാവാക്യം വിളി ഉൾപ്പെടെ പുറത്തുനിന്ന്, ഈ ഗേറ്റിന് പുറത്തുനിന്ന് പ്രതിഷേധിക്കാനാണോ അവർ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിക്കും. എങ്കിൽ കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്താണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റൽ ഉള്ളത്. ഈ ഗവർണർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാത്രി മുഴുവൻ ഈ പോലീസിന്റെ ഒരു സുരക്ഷ ഇവിടെ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റന്നാളെയാണ് ഗവർണർ പോകുന്നത്. അതുവരെ ഈ സുരക്ഷ ഉണ്ടാകും. SFI എന്തായാലും അവരുടെ ഈ ഒരു പ്രതിഷേധം എന്ന തരത്തിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ അത് അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഈ ഗവർണർ ഈ പോലീസിന്റെ സഹായത്തോടുകൂടി അകത്ത് പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പോഴെന്തായാലും ഈ പ്രതിഷേധം ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഗവർണർ എത്തുന്നതിന് മുമ്പ് തന്നെ SFI പ്രവർത്തകരുടെ പ്രതിഷേധം നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആർഷോ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഈ കൂടുതൽ ആളുകൾ ഗവർണർ എത്തുന്ന സമയത്ത് പ്രതിഷേധവുമായി രംഗത്ത് വന്നു എന്ന് പറയുമ്പോൾ അത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അന്വേഷണ സംഘം, പോലീസ്? കാരണം 800-ലധികം പോലീസിനെ അവിടെ ഓൾറെഡി വിന്യസിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട് അവിടെ നിന്ന് തത്സമയം. സലാം, പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അവർ പിരിഞ്ഞു പോകില്ല എന്നാണോ? എന്താണ് പ്രവർത്തകരുടെ നിലപാട്? രേഷ്മ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കവാടത്തിന് തൊട്ട് സമീപമാണ് ഇപ്പോൾ SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ കുത്തിയിരുന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി കവാടത്തിന് സമീപം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സമയം മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കടന്നത്. അതിനുശേഷം അതിന് മുമ്പ് തന്നെ പ്രതിഷേധം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലീസ് SFI പ്രവർത്തകരെ തടഞ്ഞു ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ SFI പ്രവർത്തകരൊക്കെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ സർവകലാശാല നടത്തുന്ന ഗവർണറുടെ ഇടപെടലിനെതിരെ വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് SFI ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളിലും ഗവർണർ ഇന്ന് താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് മുൻവശത്തുമായി നേരത്തെ തന്നെ ഉപരോധമടക്കം അല്ലെങ്കിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധമടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് SFI കടന്നിട്ടുണ്ടായിരുന്നു.